Bagaimana tidak sudah berusaha setelah yang terkumpul sudah yang merasa barang dengan saya terdiuji barang boleh jadi kalau lagi lepas barang lagi sebelum dia itu നാല് തന്ത്രം എന്താണ് കേരളീയമായിട്ട് അന്യമായിട്ട് എന്താണ് സാമാന്യ വിശേഷം പറയാൻ പറ്റില്ല അത് അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു പ്രവൃത്തി ചെയ്യാണെങ്കിൽ ഒരാളും അല്ലെങ്കിൽ വസ്തു ഇല്ല ജീവി മാത്രമല്ല വസ്തുക്കളും പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല എല്ലാം സൂര്യനായാലും ചന്ദ്രനായാലും ഗോളങ്ങളായാലും അണുക്കളായാലും അതിലൂടെ സൂക്ഷ്മാണുക്കൾ തലങ്ങളൊക്കെ ആയാലും തന്ത്രം എന്നുള്ള വാക്കുകൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാല് പ്രകൃതി സാരണ്യ പ്രകൃതിയുടെ സാരണ്യയിൽ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച മാർഗത്തിൽ കൂടെയാണ് ഈ പ്രവൃത്തി പോണെച്ചാല് അതിന് തന്നാണ് ഒരു ലക്ഷ്യത്തിന് മുൻനിർത്തിയിട്ടാണ് ആ പ്രവൃത്തി എന്ന് വെച്ചാല് അതിന് തന്നാണ് മാർഗം മുൻകൂട്ടി കണ്ടിട്ട് ആ മാർഗത്തിൽ കൂടെ നിയതമായ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പ്രവൃത്തികൾ തന്നാൽ ഇന്ന് സാമാന്യം ആ വാക്കിന്റെ വിൽപ്പന ഒരു ഉദാഹരണം പറയാൻ വെച്ചാല് ഞാൻ ഭാഷണം നടത്തുന്നുണ്ട് അതൊരു തന്ത്രമാണോ എന്ന് വെച്ചാൽ അതൊരു തന്ത്രമല്ല ഇത് തന്ത്രമാണ് എന്റെ ഭാഷണം തന്ത്രമാകുന്നത് എപ്പോഴാണ് എന്റെ വാക്ക് എന്റെ അക്ഷരങ്ങൾ തന്ത്രമാകുന്നത് ആ വാക്ക് മൂലാധാരത്തിൽ നിന്നും പരാജയങ്ങളിൽ ഉത്ഭവിച്ച് സ്വാധിഷ്ഠാനത്തിലെത്തി പശ്യന്തിയായിട്ട് ഹൃദയത്തിലെത്തി മധ്യമമായിട്ട് അന്താവിശ്വാസങ്ങളിൽ കൂടെ പുറത്തേക്ക് വരുമ്പോ അങ്ങനെയാണ് ആ ശബ്ദം ഞാൻ ആ ധാരണയോട് കൂട്ടി ഉച്ചരിക്കുന്നത് അതൊരു താന്ത്രം അത് താന്ത്രിക പ്രവൃത്തിയായി ഇതൊരു രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത് ഞാൻ പ്രസംഗിക്കുമ്പോ ഈ ശബ്ദത്തിന്റെ വഴികളെ എനിക്ക് അറിയില്ല അതുകൊണ്ടത് കൊളോക്കിയലാണ് സാംസാരികന്മാരുടെ വൃത്തിയാണ് നേരെ മറിച്ച് ഈ ശബ്ദത്തിന്റെ പ്രയാണം നടക്കുന്ന ആരംഭസ്ഥാനം പ്രയാണം ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പരാ എന്നുള്ള പുരാധാരത്തിൽ തുടങ്ങി സ്വാധിഷ്ഠാനത്തിലെത്തി പശ്യന്തിയായ ഹൃദയത്തിലെത്തിയിട്ട് മധ്യമനായി വിശ്വാധാരത്തിലുള്ള ആഴത്തോട് കൂടിയിട്ട് ആണ് ആ അക്ഷരം ഞാൻ ഉച്ചരിക്കുന്നത് വെച്ചാൽ അത് താന്ത്രിക പ്രവൃത്തി ഇതാണ് സാമാന്യ മാർഗം കഴിഞ്ഞിട്ട് ഒരു സാധനം ചെയ്യുന്നത് ഇതൊരു ഉദാഹരണത്തിൽ ചെറിയ ഉദാഹരണം പറയാൻ വെച്ചാൽ എല്ലാവർക്കും യാന്ത്രിക പ്രവൃത്തിയാണ് ഈ അറിവിൽ ചെന്ന മാന്ത്രിക പ്രവൃത്തി മാന്ത്രിക സ്വഭാവത്തിന്റെ അർത്ഥം മാന്ത്രത്തിന്റെ വഴികളെ അറിഞ്ഞിട്ട് അതിനെ ഉത്പാദിപ്പിക്കുന്ന ആളെന്നാണ് മാന്ത്രികൻ ആ വഴി അറിയാതെ എങ്ങനെയോ കൊണ്ടിക്കൊണ്ടുന്ന അക്ഷരം മാന്ത്രികല്ല യാന്ത്രികമാണ് സാമാന്യ തന്ത്രം പദത്തിന്റെ ഒരു വിൽപ്പന ഇതാണ് നമ്മളെ പോലുള്ള ആൾക്കാരില് സാമാന്യ ജനങ്ങളുടെ ചിലപ്പോൾ താന്ത്രികമായ വൃത്തി ഉണ്ടാവാതെ അതുപോലെ കാരണം ഒക്കെ ആകർഷിക്കുന്നോ ആയിട്ട് വരുന്നതോ ഒക്കെ ആലോചിച്ച് വഴി കൂടെ സഞ്ചരിക്കുക സംഭാഷണം നടത്തി ചെയ്യുമ്പോഴാണ് മന്ത്രം അല്ലെങ്കിൽ തന്ത്രം ആകുന്നതാണ് അതിന്റെ ആ വാക്യങ്ങൾ സാമാന്യം ഈ തന്ത്രം എന്നുള്ളത് മനുഷ്യൻ ചെയ്യുന്ന ഒരു ആചരണം എന്നുള്ള നിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി നടത്തുന്ന ഒരു ആചരണം അതിന് എത്രത്തോളം പഴക്കമുണ്ട് അത് സാർവദേശികമായ
ഒരു ഫലമുണ്ടത്. മായൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങള് വടക്കേ അമേരിക്കൻ ഭാഗത്ത് നിന്ന് ബാബിലോണിയ, ഈജിപ്ത്, മോഹൻജാരോ, മധ്യപ്രദേശത്ത് കൊമ്പനാന്റെ വിധങ്ങൾ ചില വിധികളുണ്ടാക്കുന്നില്ല. അങ്ങനെയാണെങ്കിലൊക്കെ ഈ ആരാധന എന്നുള്ളൊരു സമ്പ്രദായം, ആ സമ്പ്രദായത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അപ്പൊ മനുഷ്യചരിത്രം എത്രത്തോളം നമ്മൾ പിന്നാക്കം സഞ്ചരിച്ചെത്തിയിട്ടുണ്ട് അവിടെ വരെയൊക്കെ ഈ ഒരു രീതിയിൽ വേറെ രീതിയിലുള്ള ആരാധന. അത് ചിലപ്പോ പാട്ടാവാം, കൂട്ടാവാം, ശില്പാവാം, കളമാവാം, തീയാട്ടാവാം, എന്തായിക്കട്ടെ, വേല, പൂരം, വിളക്ക്, പല പല രീതിയിലുള്ളതാണ് ഈ ആരാധന. ഇവർക്ക് പാട്ട് എന്നുള്ളൊരു സാങ്കേതിക വിദ്യയാണ്. അല്ലെങ്കിൽ നമ്മള് സ്തുതി ഫീലിലോ ധ്യാനം ചെല്ലുന്ന സ്തുതി ഞാൻ ദുർബലിതമായ ഒരു ഇതാണ് ധ്യാനം എന്ന് പറയുന്നത്. അത് പാട്ടിന്റെ ഒരു രൂപം തന്നെയാണ്. സ്തുതികള്, പുഷ്പാഞ്ജലികള്, മറ്റു മന്ത്രങ്ങള് ഒക്കെ ആരാധന ഏറ്റവും പ്രാകൃതമായ തന്ത്രം എന്ന് പറയുന്നത് ഗാനമായിരിക്കും. ഇപ്പോഴും ചില ആഫ്രിക്കൻ രാഷ്ട്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാല് അവര് ചില ഒന്നും പ്രയോഗിക്കാതെ വലിയ വട്ടിൽ പാടുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോഴും മലനിരകളിലൊക്കെ കാണുമ്പോൾ പാടും. മലനിരകളൊന്നും കൂടെ ക്ഷേത്രങ്ങളിലൊക്കെ പാട്ട്, ഗ്രാമീണ പാട്ട് സമ്പ്രദായം മറ്റേ കേരളത്തിൽ കുറെ ക്ഷേത്രങ്ങളില് ഭഗവതി ആരാധന വരുന്ന സമയത്ത് ഗ്രാമീണ പാട്ട് പാടുന്നത് അതൊരു താന്ത്രിക പ്രക്രിയയുടെ ഭാഗമാണ് പാട്ട്. കൂത്ത് എന്ന് പറയുന്നത് എല്ലാ നൃത്തരൂപങ്ങളും കൂത്തിന്റെ ഭാഗമാണ്. അതില് തെയ്യം വരാം, കോമരം വരാം, വളരെ ഞങ്ങൾ ഓരോ നാട്ടിലെ ഓരോ പ്രദേശത്തിന്റെ ഓരോ രൂപങ്ങൾ കൂത്തിന്റെ ഭാഗമാണ്. ഞാൻ ദേവനായകൊണ്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ വേറെ ആൾ ദേവനായി വിളിച്ചിട്ടില്ലാതെ അഭിനയിക്കുക. ഇത് പ്രാകൃതമായ നമ്മുടെ രൂപങ്ങൾ മാറ്റും കൂട്ടും എന്ന് വേണമെങ്കിൽ വിചാരിക്കാനാണ്. അതിന് പന്ത്രണ്ട് പറയാൻ കാരണം എന്താ വെച്ചാല് അതൊരു ഏകാത്മ ഭാവത്തിൽ നിന്നൊക്കെ അത് ചെയ്യണം. ഒരു സാധനത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്യത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മൊത്തമായ കാര്യം ഒരാളും ചെയ്യുന്നതാണ്. അപ്പൊ അതിന് പന്താവിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ നടക്കുന്ന സിനിമാകാരൻ പറയാൻ അത് ഈ താന്ത്രികമായ പാട്ടാണ്. അത് ലക്ഷ്യത്തിന് മുൻനിർത്തി ആരെങ്കിലും സന്തോഷിപ്പിക്കാനോ ലക്ഷ്യം ആളെ സങ്കല്പിക്കാൻ ഹൈക്കോടതിയെ സങ്കല്പിക്കാൻ ഗവൺമെന്റ് പാഠം പാടുന്ന ഒരു താന്ത്രിക വൃത്തിയാണ്. കുറേങ്ങളിൽ ചൈന, ചീന രാജ്യങ്ങളില്, ചൈന ബുദ്ധ സമ്പ്രദായങ്ങളില് ഇങ്ങനെ സാർവലൗകികമായ ഒന്നാണ് തന്ത്രം അല്ലെങ്കിൽ ദേവതാരാധനയുടെ മാർഗം എന്ന് പറയാം. ഇതിനെ പറ്റിയുള്ള ശാസ്ത്രചിന്തകളും പര്യായങ്ങളും വേണ്ട സഹായങ്ങളും ഇല്ലാതെ തന്നെ മനുഷ്യന് തന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സ്വയം ആവിഷ്കരിക്കപ്പെടുന്ന ഒരു ലക്ഷ്യപൂർത്തിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള അതിനെ തന്നെ അങ്ങനെയുള്ള ഒരു വൃത്തിയാണ് തന്ത്രം. ആദ്യം പറയുന്നത് ഈ തന്ത്രത്തിന്റെ ഒരു ഡെഫിനിഷൻ ഒരാൾക്കൊക്കെ സ്വാമി ശങ്കരാനന്ദാന്ന് പറയും ഇൻഡസ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തില് ഞാൻ പറഞ്ഞു സ്ത്രീ ജാതി മത സ്ത്രീ ഭേദങ്ങൾക്ക് അതീതമായിട്ടാണ് പൂർവ്വകാലത്ത് തമിഴ് ആചാരങ്ങളുണ്ടായത്. ഒരു കൂട്ടം ആൾക്കാര് ഈ പറയുന്ന പാട്ട് കൊണ്ടൊക്കെ വെച്ചാല് കൂട്ടം ആൾക്കാരുള്ളത് അല്ലെങ്കിൽ ഒരാൾ കോമരം നൃത്തം പാടാം, വേട്ടേക്കരം പാട്ടുണ്ട്. അത് പാട്ടുണ്ട്, കൂട്ടുണ്ട്, നൃത്തവും ഇതും കൂടിയതാണ്. ഇതൊക്കെ പിന്നീട് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വന്നതാവണം. തന്ത്രഗ്രഹങ്ങളിൽ നമുക്കൊന്നും കാണാല്ലേ.
ഈ പ്രാദേശികമായ ആചാരത്തിൽ നിന്ന് നമ്മുടെ സ്ഥലത്തിന് ചേർത്ത സ്ഥലത്തിന് അത് പൂർവികമായ ചില ആരാധനാ സമുദായങ്ങൾ ആ സമൂഹത്തിൽ വെച്ചാൽ ആ അവരുടെ ആരാധനയൊക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് സമഗ്രമായ നാടനാനുഭവത്തിലായ സമഗ്രമായ ഒരു പദ്ധതിയിൽ കാലക്രമം കൊണ്ട് വന്നു ചേരുക. കുറച്ചുകൂടി ചിന്ത നോക്കി പോകുമ്പോഴേ പദാർത്ഥത്തിന്റെയും പരമാർത്ഥത്തിന്റെയും പര്യാലോചനയാണ് തന്ത്രം എന്ന് നിർവചനം. പദാർത്ഥത്തിന്റെയും പരമാർത്ഥത്തിന്റെയും പര്യാലോചന. ഈ പദാർത്ഥവും പരമാർത്ഥവും തമ്മിലുള്ള കൊടുത്തം ആലോചിക്കുന്ന പ്രക്രിയക്കുണ്ട്. പരമാർത്ഥത്തിൽ നിന്ന് എങ്ങനെ പദാർത്ഥം ഉണ്ടായി വന്നു, ഈ പദാർത്ഥങ്ങൾക്ക് തിരിച്ച് ആദ്യ പരമാർത്ഥത്തിലേക്ക് പോവുമോ എന്നുള്ള ചിന്ത ഇത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്ത പ്രക്രിയകളെ മനനം ചെയ്യുന്നതാണ് തന്ത്രം. അത് കേവലം പ്രവൃത്തി മാത്രമല്ല. ഔദ്ധത്യത്തിലെത്തിയാൽ പഠനം, മനനം, ഉദ്ഗ്രഹനം, സാധ്യതകൾ ഇങ്ങനെയുള്ള പദങ്ങളിൽ കൂടെ മനസ്സുകൊണ്ട് കണ്ടിട്ട് താന്ത്രികവൃത്തി. തന്ത്രം എന്ന കാര്യം തന്നെ പദാർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഊർജ്ജതന്ത്രം എന്റെ മുകളിലുണ്ട്. ഇത് താണെങ്കിൽ എത്ര പേരെ ഞാൻ പ്രയോഗിക്കണം എനിക്ക് ധാരണ ഉണ്ടാവും. ഞാൻ എന്റെ മുമ്പില് ഒരു വെള്ളരിക്കുന്ന ശക്തിയിലല്ല ജനമില്ല. എനിക്ക് അതിന് മുമ്പ് അതിന് കിട്ടിയിട്ടുണ്ട്. ഇത് എത്ര ഫോഴ്സ് കൊടുക്കുന്നു ആ ഫോഴ്സിൽ ഞാനുണ്ട്. ഇതേ ബലത്തിലൊക്കെ ഇത് തേങ്ങ വെച്ചിട്ട് ഞാൻ മുന്നേറ്റ ആ പറ്റത്ത്. അപ്പൊ മനുഷ്യരെ അതാണ് ഊർജ്ജതന്ത്രത്തിന്റെ പ്രത്യേകത. മനുഷ്യന് അതിന്റെ ആ ആഴത്തിന് മുൻകൂട്ടി അറിയാൻ അതിനനുസരിച്ച് സാധനത്തിന് വേണ്ട ബലപ്രയോഗി ഏറ്റപ്പടി അതിന് തന്ത്രം പറയുന്നു. രസതന്ത്രം. ഇത് പദാർത്ഥത്തിന്റെ ഉള്ളിലുള്ള അഗ്നിമ പ്രവൃത്തികളെ സംബന്ധിച്ച് പറയുന്നതാണ്. അഗ്നിയുടെ അനുസരിച്ച് നടക്കുന്ന രാസപ്രക്രിയകളെ കുറിച്ച് പറയുന്ന തന്ത്രം രസതന്ത്രം. ഇതൊക്കെ തന്ത്രം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് അതിന്റെ ഉള്ളുകളിലുള്ള അറിഞ്ഞുകൊണ്ട് അനുഷ്ഠിക്കുമ്പോൾ അത് തന്ത്രമാവും. അറിയാതെ അനുഷ്ഠിക്കുമ്പോൾ ഇത് തന്ത്രമാവും. ബുദ്ധി വന്ന് കുറച്ച് കാലം കാണിച്ചാല് ബുദ്ധിയെ കുറിച്ച് ഒന്നും ഇല്ല. ക്രീഡാർത്ഥം അവർക്ക് എതിർത്തല്ല. അത് തന്ത്രമാണ്. ഈശ്വരനെ കണക്കാക്കി മാത്രം ചെയ്യണമല്ല, പദാർത്ഥത്തിനെ സംബന്ധിച്ച് ചെയ്യണം. ഒരിക്കലും കാലത്ത് പദാർത്ഥത്തിനെ പരമാർത്ഥത്തിനെ കുത്തിയടക്കാനുള്ള ബന്ധാവമാണ് തന്ത്രം. അതിന്റെ മാർഗം പദാർത്ഥമായിരിക്കാം. ആ പദാർത്ഥങ്ങളെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പോവാ. ഈ ഭാരതീയമായ തന്ത്രത്തിന്റെ സാമാന്യ പരിപ്രേക്ഷ്യം അത് കഴിഞ്ഞിട്ട് കേരളീയമായ ഒരു വിഷയത്തിൽ കാശ്മീരം, ബംഗം, കേരളം മൂന്ന് താന്ത്രിക പദ്ധതികൾ പ്രസിദ്ധങ്ങളാണ്. ഗ്രന്ഥങ്ങളെ പറയാൻ അശ്വക്രാന്ത എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് സരണികൾ ഗ്രന്ഥങ്ങൾ നിർമ്മിതിയുണ്ട് തന്ത്രത്തിൽ. ഇതിൽ ഈ കാശ്മീരം ബംഗവും സാമാന്യന വാമമാർഗം വാമം നടത്തുന്നതാണെന്ന് പറയും. കേരള തന്ത്രശാഖ സാമാന്യന ദക്ഷിണാഭിപ്രായങ്ങളാണ്. ഈ കാശ്മീരിലെ പ്രധാനമായിട്ട് ശൈവ ശക്തികളാണ്. ഇതിൽ തന്നെ ശൈവം മുകളിൽ നിൽക്കും. അഭിനവഗുപ്തം, സംഘകാരിക അങ്ങനെ തുടങ്ങിയ അതിപ്രസിദ്ധങ്ങളായ കുറെ ഗ്രന്ഥങ്ങൾ കാശ്മീരിലെ തന്ത്രത്തിലുണ്ട്. ശൈവ ഗ്രന്ഥങ്ങൾ.
സാധാരണ ശാസ്ത്രത്തെ പ്രശ്നമില്ല. വംഗദേശത്ത് ശാസ്ത്രയുണ്ട്. കാശ്മീരത്തിൽ ശൈവമതത്തിന് പ്രാധാന്യമുണ്ട്. വംഗദേശത്ത് ശാസ്ത്രതന്ത്രത്തിന് പ്രാധാന്യം. സരണിയില് എല്ലാവർക്കും പ്രാധാന്യം ഒരേപോലെ. ആരെയും ആചരിക്കാൻ കിട്ടുന്നില്ല, എല്ലാവരെയും ആചരിക്കുന്നുണ്ട്. ഇത് ദക്ഷിണ മാർഗത്തിലാണെന്ന് പറഞ്ഞു. വാമമാർഗവും ദക്ഷിണമാർഗത്തിന്റെ പ്രധാന വ്യത്യാസം, വാമമാർഗം എന്ന് പറയുന്നത് പ്രകൃതിയെ അധിഷ്ഠാന ദേവതയാണ്. ദക്ഷിണമാർഗങ്ങളുണ്ട് പുരുഷനെ സത്തയെ അടിസ്ഥാനമായിട്ട് ഉപാസനാബുദ്ധികളിലെ വലിയ വലിയ വ്യത്യാസങ്ങൾ വരും. അതിന്റെ പേരിൽ അതുപോലെ പല പ്രസ്താവനകളും അതിന്റെ ഉണ്ടാവും. ആദ്യ ശബ്ദത്തിന്റെ പറഞ്ഞ പോലെ തന്നെ അഗ്നി സമാനമാണ് ശബ്ദം എന്ന് ശൈവ സിദ്ധാന്തം പറയുന്നത്. അത് നമ്മൾ കേരള അഗ്നി സൂര്യൻ സോമൻ എന്ന് പറഞ്ഞ സ്ഥാനങ്ങളുണ്ട്. അവർക്ക് അധികമാണ് ശബ്ദങ്ങൾ. സ്വരാക്ഷരങ്ങൾ മുഴുവൻ സ്വരാക്ഷരങ്ങൾ മുഴുവൻ സോമാത്മകമാണ്. സോമകല രസിക്കുമ്പോ സോമകല രസിക്കുമ്പോൾ ഈ സ്വരാക്ഷരങ്ങളാണ് ആ വരെയുള്ള സ്വരാക്ഷരങ്ങളാണ് സോമകലയിൽ കൊണ്ട് നടക്കുക. വ്യഞ്ജനങ്ങളാണ് സൗരകലകൾ. ആദ്യത്തെ വൃത്തത്തെ അക്ഷരങ്ങളാണ് അവർ ചേർത്ത് സൂര്യകലകൾ ഉണ്ടാക്കുന്നത്. സൂര്യകലകൾ നശിപ്പിക്കും. എന്നാലും അത് ധരിച്ചാൽ മതി. അത് ഇന്നലേക്കാം. ഈ അഗ്നിയാത്മകവും സോമാത്മകവും വായിക്കുന്ന രണ്ടിന്റെ മിശ്രിതമാണ് സൂര്യകല എന്ന് പറയാറ്. അംശത്തിന്റെ ഒരു സവിശേഷതയാണ് ഈ സ്ഥാനത്തിന്റെ ഭാഗമെടുക്കാൻ കാര്യം. അതുപോലെ തന്നെ യാ മുതൽ സാധുവെന്ന അക്ഷരങ്ങള് രണ്ടും പ്രാപിച്ച് ചേരുമാനം ഉത്സാഹമാണല്ലോ ചെല്ലുന്നത്. ആ അക്ഷരങ്ങളൊക്കെ അഗ്നികലകളാണ്. ഇത് കാശ്മീര ബന്ധവും കേരള ബന്ധവും അതേപോലെ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളതിന് കാശ്മീർ ബന്ധപ്പെടുന്നത് ഈ ശക്തയെ ബന്ധപ്പെടുന്ന കാഴ്ചപ്പാടിന്റെ ആദ്യം പോലെ പഞ്ചാധാരങ്ങളെ കൽപ്പിച്ച് കലാകാരങ്ങൾക്ക് അടിസ്ഥാനങ്ങൾക്ക് കൽപ്പിച്ച് ഓരോ ആധാരത്തിലും ഏതക്ഷരം എഴുതിയിട്ടുണ്ട്. ബോംബ് എന്നുള്ള അക്ഷരം എഴുതിയിട്ടുണ്ട്. ഭൂമിയുടെ വൈദ്യുതി താഴ്ത്തില്ല എന്നുള്ള അക്ഷരം എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെ ഓരോ അക്ഷരത്തെ ദളമുണ്ട്. ഓരോ തരത്തിലുള്ള അക്ഷരങ്ങളെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ശാക്തേയ തന്ത്രം പറയുന്ന ആ ഭാഗം കാശ്മീർ തന്ത്രം പറയുന്നത് ഒരു വിധാനമാണ്. അഗ്നിസോമാത്മകമായിട്ട് ശബ്ദങ്ങളെ വിന്യസിച്ചിട്ട് ആ ശബ്ദത്തിന്റെ പ്രയോഗം നടത്തുന്നത്. ശാക്തേയ തന്ത്രങ്ങൾ പറയുന്നത് അത് ആധാര തന്ത്രങ്ങളായിട്ട് പറഞ്ഞിട്ട് ഇത് രണ്ടും സമന്വയിപ്പിച്ചിട്ട് കേരള തന്ത്രത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് മാത്രമല്ല. കേരളീയ തന്ത്രം പറയുമ്പോഴേ തീരെ ഒരു തന്ത്രമായിട്ട് പരിഗണിക്കാണ്ട് പോയിക്കൊണ്ടിരുന്ന അനവധി വിഭാഗങ്ങളും ശാഖകളും പരാമർശിക്കുന്നുണ്ട്. നമ്മള് ഈ ശാസ്ത്രം കുറിച്ച് രമണൻ ചെയ്യുന്നത് മാത്രം തന്ത്രങ്ങളെ വിമർശിക്കാൻ പറ്റില്ല. അനവധി പദ്ധതികൾ ഈ നാട്ടില്
ഉപാസനാ രീതികളിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, നടക്കുന്നുണ്ടാവും. അതിലൊന്നും ശാസ്ത്രം പ്രതി അതിനെ സാധൂകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിരസിക്കാൻ പറ്റില്ല. ഓരോ സംഘടനകളെയും ഓരോ വിഭാഗങ്ങളുടെ, അത് മലയാളികൾ തുടങ്ങി കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ മുതൽ നാട്ടിൽ വന്നിട്ട് ജാതി വരാൻ നായര എട്ടൂര അങ്ങനെ അങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും അവനവന്റെ ഓരോ ആരാധനാ സമ്പ്രദായങ്ങളുണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്റെ അംശങ്ങളൊക്കെ ഇവിടെ ചേർന്നിട്ടുണ്ട്. ഇപ്പൊ കൂത്ത് എന്ന് പറയുന്നത് തെയ്യം അതിൽ വരുന്നതാ. ആ തെയ്യം ശേഖരാചാര്യത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് അവരുടെ നാട്ടിൽ തന്നെയായിരുന്നു തെയ്യം. തെയ്യം, അതിനൊക്കെ പാട്ട്, ഇതൊക്കെ പ്രാദേശികമായിട്ടുണ്ടായിരുന്ന സാങ്കേതിക പദ്ധതികളാണ് ഓരോ വിഭാഗങ്ങളും കൊണ്ടുവരുന്നത്. അത് കേരള സന്ദർശകരുടെ മുഖ്യ ശാഖയിൽ ബന്ധപ്പെടുകയാണ്. പക്ഷേ ഇവര് അന്വേഷിച്ചിരുന്ന വാമാചാരങ്ങൾ മുഖ്യ ശാഖയിൽ എടുക്കുന്നു. ഈ തെയ്യം തുറക്കുന്നതിന് തരങ്ങളിലൊക്കെ അനുഷ്ഠിക്കുന്ന സമ്പ്രദായത്തില് വാമാചാരത്തില് മധുമാംസാദികൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും നമ്മൾ വാമതന്ത്രത്തിനെ മാറ്റിയെടുത്തു. അതിന് ലക്ഷ്യതന്ത്രത്തെ സ്വീകരിച്ചിട്ടുണ്ട്. മുഖ്യ താന്ത്രിക പ്രസ്ഥാനത്തിലേക്ക് സത്യത്തിൽ അവരെ നിഷ്ഠാനാണെങ്കിൽ വെളിച്ചപ്പാടുകൾ പാട്ട് കൂട്ട് അതൊന്നും തന്ത്രഗ്രന്ഥങ്ങളിൽ നോക്കിയവർക്ക് മനസ്സിലാവില്ല. പരാമർശിക്കാൻ സാധിക്കണമെന്നില്ല. എങ്ങനെ വന്നതും കൂടെ ചക്രത്തില് അതിങ്ങനെയാണ് ആ പരിജനങ്ങളുടെ താന്ത്രിക വൃത്തികളിലെ അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് വാമഭാഗത്തിന് അവരുടെ ദക്ഷിണഭാഗത്തിന് ശ്രുതിപരമായിട്ടുള്ളത് ക്രീഡാപരമായിട്ടുള്ളത് അതിനൊക്കെ നമ്മളെടുത്ത് വേറെ പോകുന്നത്. ചുരുക്കത്തിൽ പറയാന്ന് വെച്ചാല് വാമാചാരങ്ങളെ കൂടാതെ സമകാലീനമായ പശ്ചാത്തലത്തിനെ മുഴുവൻ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പ്രതിഷ്ഠ കൂടുന്നത് മാത്രമല്ല, ആചാര വർഗം നോക്കുമ്പോ തന്ത്രാർത്ഥം, പിന്നെ ഇതിഹാസ പുരാണങ്ങളില് മറ്റ് ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ താന്ത്രിക പരാമർശങ്ങളുണ്ട്. ശുക്രാചാര്യര് രാവണപുത്രാണ് നികുംഭില എന്ന് പറഞ്ഞൊരു കാമ്യമായിട്ടൊരു ഹോമം കഴിപ്പിച്ചു യുദ്ധസമയത്ത് എന്നൊക്കെ വാൽമീകി രാമായണത്തിലുണ്ട്. മഹാഭാരതത്തിലും ധാരാളം ദേവതാ പരാമർശങ്ങളൊക്കെ ഉണ്ട്. അത്രയധികം പഴക്കം ഈ താന്ത്രിക പ്രസ്ഥാനത്തിനുണ്ട് എന്ന് വിചാരിക്കേണ്ടി വരും. പിന്നെ ഈ തന്ത്രവൃത്തിയുടെ ദർശനന്മാരുടെ ദർശനങ്ങളനുസരിച്ച് വിമർശിക്കുമ്പോ ഇതിനൊക്കെ എങ്ങനെ വിമർശിച്ചിട്ടുണ്ട് ഓരോ വഴികളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ താന്ത്രിക പ്രസ്ഥാനത്തെ പ്രതിഷേധിച്ചിട്ടുണ്ട്. നൈവാസ്യ ഭഗവത് പ്രാപ്തി മോക്ഷ, ഭഗവത് പ്രാപ്തി അസ്യ ഭഗവത് പ്രാപ്തി മോക്ഷായ നൈവാസ്യ ഭഗവത് പ്രാപ്തി മോക്ഷായ എന്ന് ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞത്. അവരുടെ ഭഗവത് പ്രാപ്തി എന്ന് പറഞ്ഞത് മോക്ഷമല്ല, അവർ ഭഗവാന്റെ സാധനത്തിലുണ്ടാക്കി തനിക്കുള്ളിൽ കാണാൻ നോക്കുക. അതാണ് തന്ത്രത്തിന്റെ അല്ല, അല്ലാതെ ആചാരങ്ങളെ പ്രതിഷേധിക്കുമ്പോൾ പറഞ്ഞ വാക്കാണ്. ശൈവതന്ത്രത്തിന് അപ്പുറത്തെ ആക്രമിച്ചിട്ടില്ല. ഈ സൂത്രത്തില് പാഞ്ചരാത്രങ്ങളെ മതി. കാരണം എന്താ വെച്ചാല് പൊതുധാരയിൽ നിന്ന് കാര്യമായിട്ട് പറയും. പൊതുധാരയിൽ നിന്ന് തന്ത്രത്തെ പറയാന്ന് വെച്ചാല് അവസ്ഥയില് പ്രകൃതി വന്ന അതിൽ നിന്ന് പദാർത്ഥങ്ങളുണ്ടായി ജീവനുണ്ടായി. ആ ജീവൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ജീവന് നമ്മളൊരു പേരെടുക്കും. നാരായണനോ ശങ്കരനോ ഗോപാലനോ എന്നൊക്കെ പേരിട്ടിട്ട് ആ ജീവാത്മാവ് ഗോപാലനായിരിക്കും.
അതേപോലെ തന്നെ എനിക്ക് പ്രതിഷ്ഠാനമുണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ള അങ്ങനെയില്ല. വാസുദേവാദി മൂർത്തികളിൽ നിന്ന് ലോകത്തിൽ സൃഷ്ടിക്കുന്നു. അത് അതിന്റെ അപ്പുറത്തേക്ക് പോവുകയാണ്. കേവലത്തിൽ നിന്ന് സൃഷ്ടിക്കുന്നില്ല. അങ്ങനെ ചില ഉദായിക്കോട് ഇവിടെ ഈ വൈധാനസന്മാർക്കുണ്ട്. അതിനെന്താ കഠിനമായിട്ട് മനസ്സിലാക്കി. ഭാഗ്യമൂല ഭാഗവത സിദ്ധാന്ത സദാശിവ സദാശിവസ്ഥിതി ബ്രഹ്മതത്വ പ്രകാശിക എന്നുള്ള ഗ്രന്ഥത്തില് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിന് പ്രകാശിപ്പിക്കില്ല എന്ന കാര്യം ആചാരങ്ങളെ എത്രയോ ആളുകൾ കാണുവാനും ശൈവസിദ്ധാന്തത്തിന്റെ വളരെയധികം അംശങ്ങൾ, അതായത് സാങ്കേതിക 99% സാങ്കേതികനെ അംഗീകരിച്ചിട്ട് അതിൽ പ്രകൃതി എന്നുള്ള വാക്ക് വെട്ടികളായ അദ്വൈതമായ ശൈവസിദ്ധാന്തങ്ങളെ കേവലം നിരസിക്കാതെ വൈഷ്ണവ സിദ്ധാന്തങ്ങളും നന്നമാനന്ദം ഈ പരീക്ഷകൾ നിഷേധിച്ച് കാണാനും നമ്മളും ഈ വൈകാരികത്തിൽ നിന്ന് പാഞ്ചരാത്ര സിദ്ധാന്തത്തിന് നമ്മൾ സംഘടിതകൾ നമ്മൾ വിഷ്ണുക്രിയ ചെയ്യുമ്പോ ഈ വാസുദേവാനി മുഖ്യനാണ് സൃഷ്ടിച്ചത്. വാസുദേവാനിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്നുള്ള സങ്കല്പത്തില് വാസുദേവാനി നാരായണമൂർത്തിയിൽ നിന്ന് കാരണബലം ഉണ്ടാവും. അത് കാരണബലം നാരായണമൂർത്തിയിൽ നിന്നല്ല ഉണ്ടാവുന്നത്. ബാക്കി പ്രവൃത്തി ആൾക്കാത്ത പ്രവൃത്തികളിലൊക്കെ താന്ത്രിക ക്രിയകളിലൊക്കെ ആ അമൃത തന്നെ ശ്രമിച്ചിട്ട് ആ അമൃതത്തിൽ ഒരു അന്തം ഉണ്ടാവും. ആ അമൃതം അനുസരിച്ച് ആ അമൃതം തന്നെയാണ് കാരണബലം. കേവല അമൃതം തന്നെയാണ് ശൈവാദികൾക്കൊക്കെ കാരണത്തിലായിട്ട് അതിൽ നിന്നാണ് ഉദ്ഭൂതമാകുന്നത് പ്രപഞ്ചം ജീവിയൊക്കെ. വൈഷ്ണവ വൈകാരിക സാമ്പത്തികമുണ്ട്. പക്ഷെ നമ്മുടെ കേരളീയ നിലവില് ഈ പാഞ്ചരാത്രത്തിന്റെ അതിനെ നിഷേധിച്ചിട്ടുള്ളതിന് ആദ്യം പറഞ്ഞു. പക്ഷെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ആ പാഞ്ചരാത്രം സിദ്ധാന്തം അപ്പൊ ശൈവ സിദ്ധാന്തത്തിൽ നിന്ന് ബാക്കിയെല്ലാം എടുത്തിട്ട് സ്വയമായ പ്രതിഷേധങ്ങൾ പലരും രേഖപ്പെടുത്തിയിട്ടും പാഞ്ചരാത്രത്തിൽ നിന്ന് ഈ സിദ്ധാന്തം വിഷ്ണുവിന്റെ ലോകക്രമം ശാസ്ത്രീയ കമ്പത്തിൽ നിന്ന് സപ്തയുഗങ്ങള് ആധാരഘട്ടങ്ങളൊക്കെ ഉൾപ്പെട്ടുണ്ട്. അങ്ങനെ ഈ 3 പ്രസ്ഥാനക്കാരിൽ നിന്നും എടുത്തു ചേർത്ത് ഒരു പ്രസ്ഥാനം. ഇതൊരു കേരള പ്രസ്ഥാനത്തെ നമ്മുടെ നന്ദം എന്ന് പറഞ്ഞാൽ ചിലപ്പോ പുറത്തേക്ക് പോയി കഴിഞ്ഞാല് മാതാക്കളുടെ എടുത്തിട്ടുള്ളത് മാതാരാണ്. മാതാരെ എടുത്തിട്ട് പോയാൽ തന്ത്രസാരത്തിൽ നിന്ന് വള്ളിക്കുള്ളി മാറാൻ. അതാണ് ശരി. ശരി നമ്മൾ തോന്നി മറ്റത് തെറ്റാന്ന് കൂടി പറയാൻ വഴിയില്ല. ആ ഞങ്ങൾക്ക് ശരിയില്ല എന്ന് പറയാം. അത്ര തീവ്രവാദികളാ. അതുമാതിരി തന്നെയാണ് ഈ പാഞ്ചരാത്രക്കാര്. അങ്ങനെ അവര് പ്രത്യേക ശാഖയായിട്ട് പ്രത്യേക ഐഡന്റിറ്റി ശാഖയായിട്ട് തന്നെ നിൽക്കാൻ അവർക്ക് ശ്രമിക്കുക. ശാഖക്കാരും വൈഷ്ണവ വൈഷ്ണവന്മാരെ പ്രത്യേകിച്ച് ഇവരൊക്കെ ബ്രഹ്മസൂത്രത്തിൽ ഭാഷ വെച്ചിട്ടുണ്ട്. മധ്വാചാര്യ കാരണമൊക്കെ അവരൊക്കെ അതിന് കുരിശികമായ വ്യാഖ്യാനങ്ങൾ എടുത്തിട്ടുണ്ട്. കർഷകരായിട്ടുള്ളത് അതായിട്ടാണ് ഈ വിടല എന്നുള്ളതൊക്കെ വെങ്കടാചരിയെ സൂചിപ്പിക്കുന്നതാണ്. ബ്രഹ്മസൂത്ര ഭാഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്.
അങ്ങനെ പല ഉദാഹരണങ്ങളുണ്ട്. അതിനൊക്കെ സ്വന്തം താല്പര്യത്തിനനുസരിച്ചിട്ട് രാജ്യങ്ങളെ ചില ഉപരിതത്തായിട്ട് ഉണ്ടാക്കുക ആ മതം സാധൂകരിക്കാനുണ്ട്. അങ്ങനെ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വിശിഷ്യ ഈ ദാക്ഷിണാത്യന്മാരായിട്ട് വിഭാഗന്മാരും വൈദികളായിട്ടുള്ള മാറ്റന്മാരൊക്കെ നടന്നിട്ടുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ആ തന്ത്രത്തിന്റെ മാറ്റി തോന്നിയിട്ടുള്ളൂ. അല്ലാതെ അതിന് ശ്രേയസ്സമായി പറയാൻ പറ്റില്ല. അത് അപരവ്യാഖ്യാനങ്ങളെ കൂടെ സാധൂകരിച്ചാല് സാധൂകരണമാണ്. നമ്മൾ ഇതിനെ മുഴുവൻ സാംശീകരിച്ചിട്ട് എല്ലാത്തിനും നല്ല വശങ്ങളെടുത്തിട്ട് ശാക്തായത്തിൽ നിന്നും ശൈവത്തിൽ നിന്നും ശൈവത്തിലാണ് അവർക്ക് വാങ്ങുന്നുണ്ട്. കാപാലികന്മാര് നമ്മളൊരാളെ ദുഷിക്കാൻ വേണ്ടി പറയുന്നത് വരാത് അതിന് മതാണ് ആരാധന എന്ന് പറയുന്നത്. കപാലി കാപാലികന്മാർക്ക് തുടങ്ങി കുറെ വാമാചാരക്കാരി ശൈവ പ്രസ്ഥാനങ്ങളുണ്ട്. ഇത് മാത്രമല്ല വേറെ ഉണ്ട്. അതിനെ തെറ്റിച്ചിട്ട് ശൈവത്തിന്റെ സാത്വികാംശം ഉള്ളെടുത്തു. ശൈവത്തിന് സാത്വികാംശത്തിന്റെ സാത്വികാംശം വംഗശാലത്തിൽ നിന്ന് ശബ്ദായി കൊണ്ടുവരുന്ന ശബ്ദത്തെ കാരണങ്ങൾ അവരുടെ ആധാരപ്പെട്ട ഘടനകളാണ് നമ്മുടെ ഘടാധാരങ്ങളോടുകൂടി ഉള്ളതാണെന്നുള്ള ഘടനകളൊക്കെ നമ്മൾ അതിൽ നിന്ന് എടുത്തു. ആന്തരാപരമായ കാലഘട്ടത്തിൽ നിന്ന് ലക്ഷ്യപ്രായങ്ങളായിട്ടുള്ള പ്രത്യേകതകളെ കൂട്ടിച്ചേർത്തിട്ട് ആണ് കേരളീയ തന്ത്രശാസ്ത്രത്തിന്റെ നിൽപ്പപ്പെടും. ഇങ്ങനെ അല്ലാണ്ട് ചെയ്യുന്നവരുണ്ടാവാം. ഈ രാമനമ്പൂരിൽ സംഭവിച്ച ഒരു മുഖവരിയില്ലല്ലോ, അത് പഠിച്ചാൽ മതി. അത്ര പഠിച്ചിട്ടിരിക്കുന്ന ഒരു മുഖവരിയാണ്. കാലഘട്ടങ്ങളും സ്മൃതികളിലാണ് ഈ രാമനമ്പൂരിൽ ഓരോ ലേഖനങ്ങളും ഈ പറഞ്ഞ ഓരോ സിദ്ധാന്തങ്ങളെ വളരെ രസകരമായിട്ട് ലളിതമായിട്ട് ഈ സാഖ്യത്തിനെയും വിശേഷത്തിനെയും ന്യായത്തിനെയും അദ്വൈതത്തിനെയും സാഖ്യത്തിനൊക്കെ വളരെ ചെറിയ 4 അഞ്ചോ വരുന്നത് മനോഹരമായിട്ടുള്ള നമ്മളെ പോലെ പറഞ്ഞ് വായിക്കേണ്ട പുസ്തകം ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ആ അർത്ഥസംശയത്തിന്റെ അവതാരികളെ അദ്ദേഹം കണ്ടിട്ടാണ് കാട്ടുദൈവങ്ങളെയും ക്രമത്തിലായി ചേർന്ന് പുനരേകമാക്കിയാൽ ബ്രാഹ്മണരെ കുറിച്ച് പറയുക. ബ്രാഹ്മണ ഗ്രാമങ്ങളില് അനാഥാക്രമണ്ടാവുന്നത്. അപ്പൊ വേട്ടായ്ക്കരൻ എത്രയോ കുലദൈവമാണ് എത്തരം ഇനങ്ങളില് ദൈവമായിട്ട് ആചരിക്കുക. എത്ര ഐശ്വര്യാദി ഗണങ്ങളിൽ നമ്മൾ കാട്ടുദൈവത്തിനായി കൂട്ടുചേർന്ന് കുലദൈവമാക്കിയാൽ അത് കുലദൈവമായിട്ട് മാറി. അങ്ങനെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നവർക്ക് താങ്കളുടെ ധ്യാനങ്ങൾ ആദ്യം പറഞ്ഞ നൃത്തങ്ങള് തുളക്രമങ്ങളൊക്കെ വേണ്ടി സ്ഥാപനവൽക്കപ്പെട്ട ഗ്രന്ഥശേഖരങ്ങളോടുകൂടി പ്രമാണവ്യവസ്ഥയോടുകൂടി കുറെ തന്ത്രങ്ങളുണ്ട്. ഇതിന് ഒക്കെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ മഹനീയമായ സ്ഥലം കേരള തന്ത്രശാസ്ത്രത്തിന് ഉണ്ട്. എന്റെ സമയം ഇപ്പോൾ അവസാനിച്ചു. ഞങ്ങൾക്ക് കൂടെ കൈത്തിരികളും കൂടി ഞാൻ ഇടയ്ക്ക് കൊണ്ടുവന്നു. ക്ഷേത്ര പ്രാകാരം കേരളീയ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആചാര്യ പരമ്പരകൾ ഇങ്ങനെ 3 കൈത്തിരികളും കൂടി ഞാൻ കുറിച്ചുകൊണ്ടുള്ള പശ്ചാത്തലം അത് പറയേണ്ടത്. ഇപ്പൊ ഞാൻ ലഭിക്കുന്ന നമസ്കാരം.
ചെയ്യേണ്ട അടുത്ത സെഷൻ വേണമെങ്കിൽ